വെൽക്കം ടു കോഴിക്കോട് വ്ലോഗ് പാർട്ട് 3. അങ്ങനെ നമ്മൾ മടവൂർത്ത് സിയാർത്തും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ചായ കുടിച്ച് ആ ഷോപ്പിൽ തന്നെ കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനും കയറിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ പായസം ഉണ്ടായപ്പോൾ ഞാനത് പായസം പപ്പടയും കൂടി ഒന്ന് കഴിച്ചു നോക്കി. ഫസ്റ്റ് ടൈം കഴിക്കണം, എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് മിഠായി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബസ്സിലാണ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ വെറുതെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തത് എങ്ങോട്ട് പോകുന്ന നമ്മൾ കുറെ ആലോചിച്ച അവസാനം നമ്മൾ ഈ മിഠായി തെരുവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് വെയിലൊന്നും ഉണ്ടാവില്ല വെച്ചിട്ട് പോയതാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. അവിടെ ആണെങ്കിൽ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ ഫുള്ളൊന്നും പോയിട്ടില്ലായിരുന്നു. നമ്മൾ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഈവനിങ് ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഈ ഒരു പോക്കറ്റ് ഷവർമ പോലത്തെ ഈ സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ എന്റെ അനിയത്തി ഈ ഒരു കട്ട്ലൈറ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ബീച്ച് വരെ പോകാതിരിക്കുന്നത് മോശം. അങ്ങനെ നമ്മളത് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ കോഴിക്കോട് ബീച്ചിൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ ശേഷം നമ്മൾ വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും അങ്ങനെ കാണിച്ചിട്ട് വന്നതാണ്. ഇവിടെ ആണെങ്കിൽ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടക്കുന്ന ഇടയിൽ ഈ ഒരു ക്രൗഡ് കണ്ടെങ്കിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോഴിക്കോട് ബീച്ച് വരെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കാതിരിക്കണം മോശമല്ല. അപ്പൊ നമ്മൾ അതുകൂടി കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഭയങ്കര ടൈമിലാണ് തൊട്ടടുത്താണ് ഈ ഒരു ചോക്ലേറ്റിന് ഈ ഒരു സംഭവം കണ്ടത്. അപ്പൊ നമ്മൾ എന്തായാലും അതും കൂടി മേടിച്ചു. നമ്മളിത് കാടമുട്ട മസാല, അതുപോലെ തന്നെ കോളിഫ്ലവർ, അതുപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റിനും ബ്രൗണിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ബീച്ചിൽ പോയിരുന്നിട്ട് എല്ലാ ഫുഡ് ഐറ്റംസും നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റും അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മൾ ഈ കഴിക്കുന്ന കോളിഫ്ലവറിനും കാടമുട്ട മസാല ടേസ്റ്റ് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരുന്നു. എന്തായാലും പിന്നെയാണ് നമുക്ക് ഓർമ്മ വന്നത് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പാരക്ക് ഉപ്പും മുളക് കൂട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിച്ചതിന് ശേഷം നമ്മളിത് ഈ ഒരു പാരക്ക് ഉപ്പും മുളക് കൂട്ടും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.